Good morning students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോണിക്സ് ലാബിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ എക്സ്പെരിമെന്റ്സിലോട്ട് കടക്കുകയാണ്. ഇതിൽ 3 എക്സ്പെരിമെന്റ്സ് ആണ് ആദ്യമായി വരുന്നത്. അതിൽ ആദ്യത്തേത് ഹാഫ് വേവ് റെക്ടിഫയർ, രണ്ടാമത്തേത് സെന്റർ ടാപ്പ് റെക്ടിഫയർ, മൂന്നാമത്തേത് ബ്രിഡ്ജ് റെക്ടിഫയർ. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഈ എക്സ്പെരിമെന്റിന്റെ എയിം എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇനി നമുക്ക് സർക്യൂട്ട് പരിചയപ്പെടാം. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ സർക്യൂട്ട്. ആദ്യം നമുക്ക് റെക്ടിഫയർ എന്താണെന്ന് നോക്കാം. റെക്ടിഫയർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യാനാണ്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. പിന്നെ വരുന്നത് ഡയോഡ്. ഡയോഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് IN4007 ആണ്. പിന്നീട് വരുന്നത് റെസിസ്റ്ററിന്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 1K ആണ്. പിന്നീട് വരുന്നത് കപ്പാസിറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് 470 മൈക്രോഫാരഡ് ആണ്. ഇനി ഇതിന്റെ വർക്കിംഗിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ട്രാൻസ്ഫോമർ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു AC-യെ DC ആക്കുന്നതിനാണ് റെക്ടിഫയർ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. സോ നമുക്കിവിടെ AC ആവശ്യമുണ്ട്. നമ്മുടെ പ്ലഗ് പോയിന്റിൽ കിട്ടുന്ന AC സാധാരണയായി 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. സോ ഇത് നമുക്ക് ഡയറക്റ്റ് ആയി സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് 9 വോൾട്ട് AC ആക്കി സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ഇനി വരുന്നത് ഡയോഡാണ്. ഡയോഡ് ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് കണ്ടീഷനിൽ മാത്രമേ കണ്ടക്ട് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് ലോഡ് റെസിസ്റ്ററും ഫിൽറ്റർ കപ്പാസിറ്ററും ആണ്. കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത് ഇവിടെ കിട്ടുന്ന DC ഔട്ട്പുട്ടിനെ ഫിൽറ്റർ ചെയ്തിട്ട് പ്യുവർ DC ആക്കാൻ വേണ്ടിയാണ്. ഈ ലോഡ് റെസിസ്റ്ററിന്റെ അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ വേവ് ഫോം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കാണിച്ചിരിക്കുന്നതാണ് AC ഇൻപുട്ട് വേവ് ഫോം. രണ്ടാമത് കാണിച്ചിരിക്കുന്നതാണ് DC ഔട്ട്പുട്ട് വേവ് ഫോം. മൂന്നാമത് കാണിച്ചിരിക്കുന്നത് കപ്പാസിറ്റർ ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്ത DC ഔട്ട്പുട്ട് വേവ് ഫോം ആണ്. ഇതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണെങ്കിൽ, അതായത് ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഡയോഡ് D1, ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് D1 ഫോർവേഡ് ബയാസ്ഡ് ആവും. ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും. നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അതായത് ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് വരുവാണെങ്കിൽ ഡയോഡ് D1 റിവേഴ്സ് ബയാസ്ഡ് ആവും. ഡയോഡ് D1 കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നില്ല. ഇനി വീണ്ടും ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാണ്. വീണ്ടും ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുവാണ്. അപ്പോഴും ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരും. അപ്പോൾ ഈ ഡയോഡ് D1 വീണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആവും. ഡയോഡ് D1 വീണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയർ. ഇനി നമുക്ക് സർക്യൂട്ട് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ വർക്ക് ബെഞ്ചിലേക്ക് വന്നാൽ നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ആദ്യം വരുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഇതിനകത്ത് മെയിനായിട്ട് 3 ടെർമിനൽസ് ആണുള്ളത്. 2 9 വോൾട്ടും പിന്നെ ഒരു നടുക്ക് കാണുന്ന ഈ ബ്ലാക്ക് കളറിലുള്ളതാണ് 0 വോൾട്ട്. പിന്നീട് വരുന്നത് CRO യൂസ് ചെയ്യുന്നത് നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം ഡിസ്പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ വാല്യൂസ് മെഷർ ചെയ്യാനും വേണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നത് ബ്രെഡ് ബോർഡാണ്. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുന്നത് സർക്യൂട്ടിലേക്കുള്ള കമ്പോണൻസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കണക്ഷനിലേക്ക് കിടക്കാം. ഈ സർക്യൂട്ടിന് 3 കമ്പോണൻസ് ആണ് വേണ്ടത്. ഒന്നാമത്തത് ഡയോഡ്. ഇതാണ് ഡയോഡ്. ഇതിന് 2 ടെർമിനൽസ് ആണ് ഉള്ളത്. ആനോഡും, അതായത് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു സിൽവർ ലൈൻ കാണാനായിട്ട് സാധിക്കും. അതാണ് നെഗറ്റീവ്, അതായത് കാഥോഡ്. മറു സൈഡാണ് ആനോഡ് വരുന്നത്. പിന്നീട് വരുന്നത് രണ്ടാമത് വരുന്നത് കപ്പാസിറ്റർ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണ്. അതായത് 470 മൈക്രോഫാരഡിന്റെ കപ്പാസിറ്റർ ആണ്.
ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ടെർമിനൽസ് കാണാൻ പറ്റും. അതായത് ഈ 2 ലീഡ്സ്, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്. ഇതിൽ നീളം കൂടിയതാണ് പോസിറ്റീവ്, നീളം കുറഞ്ഞതാണ് നെഗറ്റീവ്. ഇവിടെ നെഗറ്റീവിൻ്റെ അതുകൂടാതെ ഇവിടെ മാർക്ക് ചെയ്തിട്ടും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ സാധിക്കും. പിന്നീട് വരുന്നത് റെസിസ്റ്ററാണ്. മൂന്നാമത് വരുന്നത് റെസിസ്റ്ററാണ്. ഇവിടെ നമ്മൾ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇനി കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഈ ബ്രെഡ് ബോർഡിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഹോൾസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഹോൾസിലാണ് നമ്മൾ കമ്പോണൻസിൻ്റെ ലീഡ്സ് കണക്ട് ചെയ്യുന്നത്. ബ്രെഡ് ബോർഡിൻ്റെ ഹോൾസുകളുടെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 5 സെറ്റ് ഹോൾസ് കാണാൻ സാധിക്കും. അതായത് ഇവിടം വരെ. അതെന്ന് പറയുന്നത് ഈ 5 സെറ്റ് ഹോൾസും ഒറ്റ കണക്ഷനാണ് വരുന്നത്. ഈ ഫസ്റ്റിലും അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഇതിനകത്തും 5 സെറ്റ് ഹോൾസ് എന്ന് പറയുന്നത് ഒറ്റ കണക്ഷനായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. ഈ 5 സെറ്റ് ഓഫ് ഹോൾസ് ഒരേ കണക്ഷൻ തന്നെയായിരിക്കും. ഇവിടെയും അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഇനി ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ABCDE എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വരുമ്പോഴാണ്, അതായത് ഇതുപോലെ ഈ ഓരോ ഹോൾസും ഈ 5 ഹോൾസ് എന്ന് പറയുന്നത് ഒറ്റ കണക്ഷൻ ആയിരിക്കും. ഇവിടെ പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഈ 1 2 3 4 5 അതുപോലത്തെ 5 സെറ്റുകൾ, അതായത് ഇവിടം വരെ വരും. ഇവിടം വരെ ഒറ്റ കണക്ഷൻ ആയിരിക്കും, നേരെ ഒറ്റ കണക്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഈ 5 സെറ്റ് ഹോൾസുകൾ ഒറ്റ കണക്ഷൻ ആയിരിക്കും. ഇനി കമ്പോണൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോഡ് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സർക്യൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡയോഡിൻ്റെ നെഗറ്റീവ് എടുത്ത് ലോഡ് റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഡയോഡിൻ്റെ നെഗറ്റീവ് ലീഡ് എടുത്തിട്ട് നമ്മൾ ലോഡ് റെസിസ്റ്ററിൻ്റെ ഒരു ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നീട് വേണ്ടത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഡയോഡിൻ്റെ പോസിറ്റീവ് എടുത്ത് നമ്മൾ ട്രാൻസ്ഫോമറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 9 വോൾട്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ 9 വോൾട്ടിൽ നിന്ന് എടുത്ത് നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇനി 0 വോൾട്ട് എടുക്കുക. അതായത് ട്രാൻസ്ഫോമറിൻ്റെ 0 വോൾട്ട് എടുത്ത് ലോഡ് റെസിസ്റ്ററിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മൾ കണക്ട് ചെയ്യാനുള്ളത് ഈ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേവ് ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം വിത്തൗട്ട് കപ്പാസിറ്ററാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ സർക്യൂട്ടിൽ നോക്കുവാണെങ്കിൽ ഞാൻ കപ്പാസിറ്റർ വെച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വിത്തൗട്ട് കപ്പാസിറ്ററുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നീട് നമുക്ക് കപ്പാസിറ്റർ വെച്ചിട്ടുള്ള ഔട്ട്പുട്ട്, ഫിൽറ്റർ ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ലോഡ് റെസിസ്റ്റർ RLൻ്റെ അക്രോസ് ആണ്. അതായത് ഇവിടെ വരുമ്പോൾ ഈ ലോഡ് റെസിസ്റ്റർ RLൻ്റെ അക്രോസ് ആണ്. എങ്ങനെയാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്? നമ്മൾ ഔട്ട്പുട്ട് കാണുന്നത് CRO വഴിയാണ്. അപ്പോൾ CROയിലേക്ക് കണക്ട് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന കേബിളാണ് ഇത്. ഇതിൻ്റെ പേരാണ് പ്രോബ് എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ ഒരു എൻഡ് നമ്മൾ ഫസ്റ്റ് ചാനലിലേക്ക് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു എൻഡ് എന്ന് പറയുന്നത് ഇവിടെ 2 എൻഡുകൾ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പോസിറ്റീവ് എൻഡ്, ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നെഗറ്റീവ് എൻഡ്. അപ്പോൾ നമുക്കിനി കണക്ട് ചെയ്യാം. പോസിറ്റീവ് സൈഡ് നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് റെസിസ്റ്ററിൻ്റെ ഈ എൻഡിലേക്കാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോസിറ്റീവ് എൻഡ് നമ്മൾ കണക്ട് ചെയ്തു. നെഗറ്റീവ് നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. ഇപ്പോൾ നമ്മുടെ കണക്ഷൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് CROയുടെ ചാനൽ 1ലേക്ക് ഈ പ്രോബ് എടുത്ത് നമുക്ക് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സപ്ലൈ ഓൺ ചെയ്യാം, ട്രാൻസ്ഫോമർ ഓൺ ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. നിങ്ങൾക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് ഡയോഡ് D1 കണ്ടക്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. അല്ലാത്ത ടൈം, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഇല്ല. നിങ്ങൾക്ക് ഇൻപുട്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കുറേയും കൂടെ നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇൻപുട്ട് കണക്ട് ചെയ്യാം. ഇൻപുട്ട് നമ്മൾ ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡിൽ പ്രോബിൻ്റെ, അതായത് പോസിറ്റീവ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കണ്ടോ,
ഈ ലാസ്റ്റ് കാണിച്ചിരിക്കുന്നതാണ്, ഇതാണ് ഇൻപുട്ട്. ഈ മുകളിൽ കാണിച്ചിരിക്കുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കണ്ടോ, കറക്റ്റ് നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഡയോഡ് കണ്ടക്ട് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടുന്നു. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് ഇല്ല. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? കറക്റ്റായിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. ഇനി നമുക്ക് കപ്പാസിറ്റർ വെച്ച് ഫിൽറ്റർ ചെയ്യുന്ന സർക്യൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുക, CR ഓൺ ചെയ്യുക. അതായത് കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് പ്യുവർ DC ആയിട്ട് നമുക്ക് കിട്ടി, ഫിൽറ്റർ ചെയ്ത് കിട്ടി. ഇനി നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇൻപുട്ട് വേവ് ഫോമിന്റെ മെഷർമെന്റ് നമുക്ക് നോക്കാം. CROയുടെ ഡിസ്പ്ലേയിലേക്ക് നോക്കുമ്പോൾ കുറെ കോളംസ് കാണാൻ സാധിക്കും. അതിന്റെ സെന്ററിലൂടെ കുറെ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുള്ളതും കാണാലോ. ഇനി ഇതിന്റെ വേവ് ഫോമിന്റെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വേവ് ഫോമിന്റെ പീക്ക് ടു പീക്ക് ഡിസ്റ്റൻസ്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെ എത്ര കോളംസ് ഉണ്ടെന്ന് നോക്കുക. അതായത് ഒരു കോളം എന്ന് പറയുന്നത് ഒരു ഡിവിഷനാണ്. അങ്ങനെ എത്ര ഡിവിഷൻ ഉണ്ടെന്ന് നോക്കിക്കേ. എന്നിട്ട് ആ കിട്ടിയ ഡിവിഷനെ CROയുടെ ഏത് ചാനലിന്റെ ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ചാനലിന്റെ വോൾട്ടേജ് ഡിവിഷന്റെ നോബ് ആയ ഈ നോബ് എത്രയിലാണ് എന്ന് നോക്കുക. ഇപ്പോൾ ഈ നോബ് കിടക്കുന്നത് 5-ലാണ്. സോ ഈ വേവ് ഫോം ഇതിൽ കാണിച്ചിരിക്കുന്നത് 3 കോളവും, അതായത് 3 ഡിവിഷനും 1 പോയിന്റുമാണ്. സോ ഈ 1 പോയിന്റ് എന്ന് പറയുന്നത് 0.2 ആണ്. അതുകൊണ്ട് 3.2 × 5 ആണ്. അതായത് 15 VPP ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഇൻപുട്ട് വോൾട്ടേജ്. അടുത്തതായിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടത് ടൈം പെർ ഡിവിഷൻ ആണ്. വോൾട്ടേജ് മെഷർ ചെയ്തപ്പോൾ വേവ് ഫോമിന്റെ Y ആക്സിസ് ആണ് നമ്മൾ എടുത്തത്. ഇനി ടൈം മെഷർ ചെയ്യുമ്പോൾ വേവ് ഫോമിന്റെ X ആക്സിസ് ആണ് എടുക്കുന്നത്. ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെയാണല്ലോ. സോ ഡിസ്പ്ലേ നോക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ, അതായത് 1, 2, 3, 4 ഡിവിഷൻ ആണുള്ളത്. ഇതാണ് ടൈം പെർ ഡിവിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബ്. സോ ഇപ്പോൾ ഈ നോബ് കിടക്കുന്നത് 5 മില്ലി സെക്കൻഡ് ആണ്. അതുകൊണ്ട് 4 × 5 20 മില്ലി സെക്കൻഡ് ആണ് ഇതിന്റെ ടൈം എന്ന് പറയുന്നത്. ഈ 2 വാല്യൂസും വെച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാം.